സുഹൃത കേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമ്മളോടും പ്രേക്ഷകരോടും ഒക്കെ പങ്കുവയ്ക്കുന്നതിനായി ഇപ്പോൾ സുഹൃത കേരളം കോ ചെയർമാനും അതോടൊപ്പം പ്രമുഖ നിർമ്മാതാവുമായ ജി സുരേഷ് കുമാർ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. സുരേഷ് കുമാർ യാത്രയിലാണ്, അതുകൊണ്ടാണ് തത്സമയം ചേരാൻ കഴിയാതിരിക്കുന്നത്. നമസ്തേ, ഗുഡ് മോർണിംഗ്. വളരെ സുപ്രധാനമായ ഒരു പ്രഖ്യാപനം, വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രഖ്യാപനം, സുഹൃത കേരളം എന്നുള്ളൊരു പ്രഖ്യാപനമാണ് നടത്തുന്നത്. എന്തൊക്കെ വിശദാംശങ്ങൾ, എന്താണ് പ്രചോദനം? ശ്രീ സുരേഷ് കുമാർ. നമസ്കാരം. വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇന്ന് ഈ കാര്യം എല്ലാവരും അറിയിക്കുന്നത്. ജനം സൗഹൃദവേദി നടപ്പാക്കുന്ന സുഹൃത കേരളം പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങളാണ് ഇന്ന് കേരള പ്രവൃത്തി ദിനത്തിൽ നമ്മൾ ഇന്ന് ലോഞ്ച് ചെയ്യുന്നത്. ഇതൊരു വലിയ പദ്ധതിയാണ്. ഇന്നലെ ചേച്ചി നേരത്തെ വളരെ വിശദമായിട്ട് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതിൽ കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല. എങ്കിൽ കൂടിയും അത് വളരെ കൃത്യമായിട്ട് പറയണം. ഇന്ന് നവംബർ 1-ാം തീയതി കേരളം അതിദാരിദ്ര്യ മുക്തമാവുന്ന ഒരു ദിവസമായിട്ട് നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അത് ഒരു എലക്ഷൻ സ്റ്റണ്ടായിട്ട് മാത്രമേ നമുക്കിപ്പോൾ അത് എടുക്കാനൊക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷനൊക്കെ വരുന്നു. അപ്പം എന്നാലും ഇഷ്ടംപോലെ ദരിദ്രരായിട്ടുള്ള ഒത്തിരി ആൾക്കാർ നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ ഇഷ്ടം പോലെ ഉണ്ട്. അവരെ ഒക്കെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ആണ് നമ്മളിങ്ങനെ ഈ സുഹൃത കേരളം പരിപാടിയുമായി മുമ്പോട്ട് പോകുന്നത്. നിരാലംബർക്കും അശരണർക്കും കൈത്താങ്ങാകുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായിട്ടാണ് സുഹൃത കേരളം മുന്നോട്ട് നീങ്ങുന്നത്. എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇപ്പോഴും പറഞ്ഞു എല്ലാവർക്കും വീടുണ്ട്, എല്ലാവർക്കും പാർപ്പിടമുണ്ട്, എല്ലാവർക്കും ടോയ്ലറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്, ശൗചാലയങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ഇവിടെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും അത് പലർക്കും ഇല്ല എന്നുള്ളൊരു വാസ്തവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം സുഹൃത കേരളം മുന്നോട്ട് വെക്കുന്നത് വലിയൊരു ആശയമാണ്. ലോകമെമ്പാടുമുള്ള 10 ലക്ഷത്തോളം മലയാളികളെ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും നമ്മൾ ചെറിയൊരു സംഭാവന, അപ്പൊ എല്ലാവർക്കും വലിയ സംഭാവനകളൊന്നും ചെയ്യാനൊക്കില്ല, താഴെത്തട്ടിലുള്ള എല്ലാ ആളുകൾക്കും ഇതിലൂടെ ഒത്തുചേരാൻ പറ്റുന്ന രീതിയിൽ 1000 രൂപ നമ്മൾ ഇതിലേക്ക് സംഭാവന ചെയ്യുന്ന ഏതൊരാൾക്കും സുതാര്യമായ രീതിയിൽ തന്നെ അത് ചെയ്യാൻ പറ്റും. ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ അപ്പൊ തന്നെ അവർക്ക് പൈസ അയക്കാം, അപ്പൊ തന്നെ റെസിപ്റ്റും കിട്ടും. അത്ര സുതാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം അതിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഈ പാവപ്പെട്ടവർക്ക് എത്രയോ പേർക്ക് നമുക്ക് സഹായിക്കാൻ പറ്റും. അടച്ച് ഉറപ്പുള്ള വീട് ഇല്ലാത്ത എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആൾക്കാർ കൊണ്ട് മികച്ച ആരോഗ്യ പരിപാലനം. നമുക്കിപ്പോ തന്നെ അറിയാം, ആരോഗ്യ മേഖലയിൽ ഒരാൾ ആശുപത്രിയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ വളരെ ദുഃഖകരമായ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പലരും മരിച്ചിട്ട് മൃതദേഹം വിട്ടുകൊടുക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പൈസ ഇല്ലാത്തതുകൊണ്ട് പല ഓപ്പറേഷനും മാറ്റിവെക്കുന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. അതിലും നമ്മൾ സഹായം ഹസ്തം നീട്ടുകയാണ്. വിദ്യാഭ്യാസ മേഖല നമുക്കറിയാം, ഒത്തിരി പേര് പഠിക്കുന്നുണ്ടെങ്കിലും അവർക്കൊക്കെ വിദ്യാഭ്യാസം ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ കൂടി നല്ല വിദ്യാഭ്യാസം ലഭിക്കാനായിട്ട് ഒത്തിരി പേര് കഷ്ടപ്പെടുന്നുണ്ട്. ബാങ്ക് വായ്പകളൊക്കെ ലഭ്യമാണെങ്കിൽ കൂടിയും അവർക്കൊക്കെ കഷ്ടപ്പാടും കാര്യങ്ങളും ഒക്കെയാണ്. അവരൊക്കെ ഒരു കൈത്താങ്ങുന്ന രീതിയിലാണ് സുഹൃത കേരളം നമ്മൾ വിഭാവന ചെയ്തിട്ടുള്ളത്. സ്ത്രീ ശാക്തീകരണം വേറൊരു സംഭവമാണ്. ചെറിയ സംരംഭങ്ങൾ ഉണ്ടാക്കുന്ന സ്ത്രീകളെ നമ്മൾ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, നൈപുണ്യ വികസനം തുടങ്ങി ഒട്ടനവധി കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ പ്രധാനമന്ത്രിയുടെ വിഷൻ പ്രകാരം 2047 ആവുമ്പോഴത്തേക്കും പൂർണ്ണതോതിലുള്ള നവകേരള സൃഷ്ടിക്ക് വേണ്ടിയിട്ട്, ഒരു നവ ഇന്ത്യ, ഒരു ഭാരതം സൃഷ്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ഈ സുഹൃത കേരളം ലക്ഷ്യമിടുന്നത്. സമൂഹത്തിന്റെ നാനാതുറയിലുള്ളവർ കൈകോർക്കുന്ന ഒരു പദ്ധതിയായിട്ട് ഇത് അണിചേരും. അങ്ങനെ വരുന്ന ഒരു രീതിയിലേക്കാണ് നമ്മൾ വരുന്നത്. ലോകത്തെമ്പാടുമുള്ള 10 ലക്ഷത്തോളം മലയാളികളെ ഇതിന്റെ അകത്ത് പങ്കെടുപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു വിഷൻ. ആ വിഷൻ പൂർത്തീകരിക്കാനായിട്ട് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ശ്രീധരൻ സാറിനെ പോലും, മെട്രോ ശ്രീധരൻ സാറിനെ പോലുള്ള, ജസ്റ്റിസ് KS രാധാകൃഷ്ണൻ സാറിനെ പോലുള്ളവര്, ചിത്ര, PT ഉഷ, അങ്ങനെ ഉള്ളവര് ഒക്കെ കൂടെ ചേർന്നിട്ടാണ്, ഞങ്ങളെപ്പോലുള്ള ഒത്തിരി ആൾക്കാര്, നല്ല മനസ്സുള്ള ആൾക്കാർ ഒത്തിരി പേര് ചേർന്നിട്ട് ഉള്ളവരൊരു കൂട്ടായ്മയാണിത്. അതിന് ഉള്ള തുടക്കമാണ് ഇന്ന് ഈ നവംബർ 1-ാം തീയതി നമ്മൾ തുടക്കമിടുന്നത്. അതിനൊപ്പം തന്നെ എല്ലാവരും, ഒത്തിരി ആൾക്കാർ നമ്മുടെ ഒപ്പമുണ്ട്. നമ്മുടെ ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. നമ്മുടെ മലയാളികളായിട്ട് ഒട്ടനവധി ആൾക്കാർ ഇന്ത്യയിൽ നിന്നും വിദേശത്ത് നിന്നും ഒക്കെ നമുക്ക് ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതൊരു വലിയൊരു സംരംഭമായിട്ട്, കേരളത്തിലെ ഏറ്റവും വലിയൊരു
ചാരിറ്റി പ്രവർത്തനമായിട്ട് കൊണ്ടുവരണം എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അത് നമുക്ക് സാധിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സജ്ജനങ്ങളായിട്ടുള്ള നല്ലവരായിട്ടുള്ള എല്ലാവരുടെയും സഹായം നമുക്ക് ആവശ്യമുണ്ട്. അവരെല്ലാം ഈ സുഹൃത കേരളം പദ്ധതിയിൽ പങ്കെടുത്ത് ഇങ്ങനൊരു മുമ്പോട്ടുള്ള പോക്കിന് സഹായിക്കണം എന്നും കൂടെ ഒരു അഭ്യർത്ഥനയാണ്. ബാക്കിയെല്ലാം ഇന്നലെ ചേച്ചി വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഞാനിവിടെ ഹൈദരാബാദിലാണ്, അതുകൊണ്ട് എനിക്ക് പോകാനുള്ള സമയമായി. കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. എല്ലാ ആശംസകളും ഉണ്ടാവണം, എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം, മലയാളികളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം. ഇക്കാര്യത്തിന് ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. വളരെയധികം നന്ദി. ഒപ്പം വിജയാശംസകൾ. കാര്യം സ്വപ്ന പദ്ധതിയാണ് രോഹിണി. ലോകമെമ്പാടുമുള്ള 10 ലക്ഷം മലയാളികളാണ് കൈകോർക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്തെ സേവന പ്രവർത്തനത്തിന്, ആരോഗ്യരംഗത്തെ സേവന പ്രവർത്തനത്തിന്, സ്ത്രീ ശാക്തീകരണത്തിന്, ഗൃഹനിർമ്മാണത്തിന്, അശരണർക്ക് ആലംബമായി മാറുന്ന ഒരുപക്ഷെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ രേഖപ്പെടുത്താൻ പോകുന്ന ഒരു പദ്ധതിയായി ഇത് മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.